ദേശീയപാതയിൽ കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് പോലീസ് അതിക്രമം നടത്തിയത്. വീടിന്റെ കതക് ചവിട്ടിപ്പൊളിച്ച് പുലർച്ചെ 2-ന് വീടിനുള്ളിൽ കടന്ന പോലീസ് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഏകദേശം 2 മണിയായപ്പോഴത്തേക്ക് ഭയങ്കരമായ സൗണ്ട് കേട്ടാണ് ഉണർന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒറ്റ ചവിട്ടിന് ഡോറ് തുറന്ന് ഒരു സിവിൽ ഡ്രസ്സിൽ ഒരാൾ അകത്തോട്ട് കയറി വന്നു. അയാൾ സ്വയം പരിചയപ്പെടുത്തിയ ഞാൻ സി എ ആണെന്നും പറഞ്ഞാൽ വന്നത്. ഞാനാണെങ്കിൽ നമ്മൾ ചോദിച്ചത് എന്ത് അക്രമം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇത് കാണിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്നാലും എൻ്റെ ഫോൺ എടുത്ത് ഞാൻ വീഡിയോ പിടിച്ചായിരുന്നു. വീഡിയോ പിടിച്ചപ്പോഴത്തേക്ക് ഓടി വന്ന് ഫോൺ തട്ടിപ്പറിച്ച് നിന്നെ വീഡിയോ പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് തെള്ളുകയും ചെയ്തിട്ട് അവൻ എന്തേലും ചോദിച്ചു ഇവിടെ ബഹളം ഉണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും ആപ്പിച്ചായി പിടിച്ച് തെള്ളുകയും ചെയ്തു. ഞാൻ പറഞ്ഞ അസുഖമുള്ള ആളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മര്യാദയും കൊടുക്കാതെ അസുഖമുള്ളെങ്കിൽ അങ്ങ് ചാകട്ടെ എന്നുള്ള എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് അക്രമം അടുത്ത ഓടി വന്ന് 2 പേര് സിവിൽ ഡ്രസ്സിൽ ഈ സി എന്ന് അവകാശപ്പെട്ട ആളെ എനിക്ക് പേര് അറിയത്തില്ല സിവിൽ ഡ്രസ്സിലായിരുന്നു. വേറെ സിവിൽ ഡ്രസ്സിലും ഒരു 12ഓളം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 5-6 പേര് സിവിൽ ഡ്രസ്സിലും മാസ്കും ധരിച്ചിട്ടുണ്ടായിരുന്നു. 5-6 പേര് യൂണിഫോമിലുണ്ടായിരുന്നു. ഈ റൂമും ചവിട്ടി പൊളിച്ച് കുഞ്ഞും അനിയത്തിയൊക്കെ പേടിച്ച് കരയുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്ത് അന്ന് കേൾക്കാൻ അവനെ കിട്ടാതെ പോകത്തില്ല, അവനെയും കൊണ്ടേ പോകത്തുള്ളൂ, ഇവിടെ ഇറക്കി വിടുക അതായതാണെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അസഭ്യം പറയുകയും അപ്പോഴത്തേക്ക് വാപ്പിച്ച് ഏകദേശം കുഴഞ്ഞു വീണായിരുന്നു. ഇവിടെ ആൾ കൂടിയപ്പോഴത്തേക്ക് അവരിറങ്ങി പോവുകയായിരുന്നു. നാട്ടുകാരും പാർട്ടിക്കാരും ഒക്കെ ഓരോരുത്തരും എണ്ണിച്ച് സൗണ്ട് കേട്ട് വന്നപ്പോഴത്തേക്ക് എണ്ണിച്ച് അവർ ഇറങ്ങി പോവുകയായിരുന്നു. അതും 2 കാറിനകത്ത് അവർ കയറിപ്പോയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ താമസിക്കുന്ന വീട്ടിലൊരു വനിതാ പോലീസ് പോലും ഇല്ലാതെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് 10-12 പേര് പോലീസാണെന്നുള്ള അവകാശവാദത്തിൽ കയറി വന്നു. അതിൽ 6ഓളം പേര് സിവിൽ ഡ്രസ്സിലാണ് വന്നത്. അതിൽ 4ഓളം പേര് മാസ്കും ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി ഞങ്ങൾക്ക് നിയമ നടപടികൾക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിന്റെ വീടിന്റെ കതകാണ് പോലീസ് ചവിട്ടി തകർത്തത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ വൻ പോലീസ് സംഘം വീട് വളയുകയായിരുന്നു. വീട്ടുകാർ ഭയന്ന് നിലവിളിച്ചെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെ പോലീസ് ബലം പ്രയോഗിക്കുകയായിരുന്നു. ഒരു പോലീസുകാരനായിരിക്കും ബെല്ലടിച്ച് 2 പേര് കതവ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി വെച്ച് അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുക, അവനെ ഇങ്ങോട്ട് ഇവിടെ ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ടൊന്നും അവര് കേട്ടില്ല. അന്നേരം ഇവളും കൊച്ചും അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ കതവ് പൂട്ടിയേക്കുന്ന കാരണം ആ കതവ് ചവിട്ടി പൊട്ടിച്ചും ഇറക്കി വിട് അവനെയും കൊണ്ടേ പോകത്തുള്ളെന്നും പറഞ്ഞ് നിൽക്കുക. ഞങ്ങൾ പറഞ്ഞു സാറേ ഇവിടെ എങ്ങും ഇല്ല, അവൻ ഇവിടെ ഇല്ല, വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കത്തില്ല, അവനെ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവനുമായിട്ട് പിടിവലിയായി എന്നെ പിടിച്ച് തെള്ളി. ഞാൻ മറിഞ്ഞു വീണ്. വയ്യാത്ത വാപ്പായ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. വാപ്പായേയും പിടിച്ച് തെള്ളി. വാപ്പ വീണൊന്നും ഇല്ല, എന്നാലും തെള്ളി വാപ്പച്ചാക്ക് വയ്യ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ECG എടുത്തപ്പോൾ ഭയങ്കര വേരിയേഷനും ഒക്കെ ആയിരുന്നു. BP കൂടി. ആശുപത്രിയിലായിരുന്നു രാവിലെ വരെ. അവര് ഒരുപാട് മോശമായ ഇങ്ങോട്ട് മാറെന്നും പറഞ്ഞ് മോന്റെ കയ്യിലിരുന്ന ഫോൺ പറിച്ച് വാങ്ങിച്ച് വീഡിയോ പിടിക്കുന്ന കണ്ടുകൊണ്ട് അത് പിടിച്ച് പറിച്ച് വാങ്ങിച്ചിട്ട് നാളെ നീ സ്റ്റേഷനിൽ അന്നേരം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയുന്ന അവിടെ ഇല്ലെന്നാ പറയുന്നത്. ഈ സമയം റിയാസ് വീട്ടിലുണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഉയരപ്പാത സമരപ്പന്തലിൽ നടന്ന പോലീസ് അതിക്രമത്തിന്റെ തുടർച്ചയായാണ് സംഭവം അരങ്ങേറിയത്. ലാത്തിച്ചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ഹാഷിം സേട്ടിനെ പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തു.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സെക്രട്ടറി വിശാഖ പത്തിയൂർ, റിയാസ് മുണ്ടകത്തിൽ, ഹാഷിം സേട്ട്, സുറുമി ഷാഗുൽ എന്നിവരുൾപ്പെടെ 30 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുലർച്ചെ ഉണ്ടായ പോലീസ് അതിക്രമം. ന്യൂസ് ബ്യൂറോ, കായംകുളം.